ഹായ് നമസ്കാരം, ഞാൻ ശ്വേത മേനനാണ്. ഞാൻ ഇപ്പൊ സഞ്ജീവനിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മളുടെ ഓഗസ്റ്റ് 20 മീറ്റിംഗില് സഞ്ജീവിനി അവള് കുറെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് സഞ്ജീവിനി അവളുടെ കയ്യിൽ നിന്ന് മാറ്റിയെടുത്തു. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. നമ്മളുടെ ടീമിൽ ഒരു ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടർ ഉണ്ടാവുമ്പോ എന്തിനാണ് നമ്മൾ പേടിക്കേണ്ടത്? നമുക്ക് ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് വേണ്ട, ഒന്നും വേണ്ട. ഒരു ഡോക്ടർ മുഖാന്തരം നമുക്ക് കറക്റ്റ് മെഡിസിൻസ് നമുക്ക് അത് അറിയാൻ പറ്റും. ഈ കാര്യങ്ങള് ഇവള് ഓരോ ആൾക്കാരെ ഓരോ മെമ്പേഴ്സിനെ വിളിച്ചിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഫ്രം സ്റ്റാർട്ടിങ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഓഗസ്റ്റ് 20 രാത്രി മജീദ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മോളെ എന്തിനാണ് അൻസിബേനെ സഞ്ജീവനിന്ന് മാറ്റിയത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഇക്ക സഞ്ജീവനിന്ന് മാറ്റിയതല്ല, നമ്മളൊരു പുതിയ ടീം വന്നിട്ടുണ്ട്, നമ്മളുടെ ടീമിൽ ഒരു ഡോക്ടർ ഉണ്ട്. ഡോക്ടർ ഉണ്ടാവുമ്പോ നമ്മൾ എന്തുകൊണ്ടാണ് പേടിക്കേണ്ടത്? അത്രയും നല്ലതല്ലേ. പിന്നെ നമുക്കും സമയം തരൂ, നമുക്ക് നമ്മളുടെ കമ്മിറ്റി രീതി, നമ്മളുടെ രീതിയിൽ നമുക്ക് അത് എന്താ പറയാ, നമുക്കും സഞ്ജീവനി നമ്മളുടെ രീതിയിൽ നടത്താനുള്ള ഒരു ഫ്രീഡം തരൂ. അപ്പൊ പറഞ്ഞു ഓക്കെ, ഐ കൻ അണ്ടർസ്റ്റാൻഡ് എന്നല്ല ഒരു തെറ്റിദ്ധാരണ. ഒരുപാട് മെമ്പേഴ്സ് വിളിച്ചിട്ടുണ്ട്, പക്ഷെ എന്നെ ആദ്യം വിളിച്ചത് മജീദ്. നമ്മൾ ഒരു കാരണവശാലും ഒരു സബ്സ്റ്റാൻഡേർഡ് മെഡിസിൻസോ ഒരു രീതിയിലും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സപ്ലൈ ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനത്തെ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഡോക്ടർ റോണിന്റെ മുകളിൽ അൻസിബ പൊതുവേദിയില് മീഡിയ മുമ്പാകെ ഇങ്ങനെ പറയുമ്പോ സങ്കടം തോന്നുന്നുണ്ട്. ബിക്കോസ് അൻസിബ ഇപ്പൊ പറയണത് ഓരോ കാര്യങ്ങളും നമ്മൾ ഒരു കാര്യവും കറക്റ്റ് ചെയ്തിട്ടില്ല. എല്ലാം ഇതിന് വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കമ്മിറ്റി മുമ്പാകെ, മീഡിയ മുമ്പാകെ വന്നിട്ട് കമ്മിറ്റി വന്നിട്ട് വേണമെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാം. പക്ഷെ എല്ലാത്തിലും അവസാനം ഒരു അമ്മയാണ് ഇതിൽ ബുദ്ധിമുട്ട്.